സിംഗേര ഞാൻ വേറൊരു കാര്യം പറയാം. സിംഗേര് വേറെ ലെവല് മനുഷ്യനാ. ഞങ്ങള് ഷോസിനൊക്കെ പോകുമ്പോ ഫെജോബ്രോയുടെ കൂടെ പുള്ളി വരാറുണ്ട്. നമ്മള് കുറെ ദിവസം കൂടുണ്ട്. പുള്ളിയുടെ കൂടെ ഒരു 10 മിനിറ്റ് നിങ്ങൾ സംസാരിച്ച് നോക്കണം. ഇങ്ങേര് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഇതാ തൊണ്ടയിൽ വെച്ച് നടക്കണ മനുഷ്യനാണ്. മറ്റേ മഹേഷ് മിമിക്സ് ഇല്ലേ, പുള്ളിയെ പോലെ തൊണ്ടക്കകത്ത് വെച്ച് നടക്കണ സാധനമാ. നമ്മള് മറ്റേ സിനിമാ നടന്മാരോടൊക്കെ സംസാരിക്കുന്ന പോലത്തെ ഫീൽ കിട്ടും ഇങ്ങനോട് സംസാരിക്കുമ്പോ. എല്ലാവരുടെ സൗണ്ട് സംസാരിക്കും നമ്മളോട്. പ്രത്യേക ടാലന്റ് അല്ലേ. ചക്കരഭാവിൽ ജാതി കുത്താട്ട് കിളിപ്പൂമകളിൽ നീയലിയും പൂങ്കനലാണ് ഇലക്കുപ്പിടിലായി പെയ്തു തരമാണ് അലിവോടെ വരും എന്ത് പെർഫെക്ഷൻ അല്ലേടാ, സമ്മതിച്ച് കൊടുക്കണോടാ. ചന്ദ്രബലി അമ്പട കേമ സണ്ണി വെച്ച ലാലൻ തിലക് ജി മാസ്മരിക സീൻ. ये तो कष्ट हो गया. എവിടെ വെച്ചാണെന്ന് ഭൂലി ഗയ. എത്രയായിട്ടും അങ്ങോട്ട് नहीं मिल रहा है. तिरमेनी भूल गया हम दोनों अमेरिका में. बाप रे सन्नी हाँ अम्बट केमा सन्नी बच्चा तुमने मुझे पतिचूटो है. ये क्या സാധനമാണ് ഇതൊക്കെ. But be careful, because if you blink, you might miss it. Are you ready? 3, 2, 1. ബാക്കിൽ പോയി ഞാൻ കണ്ടു. ബാക്കിൽ പോയിരുന്നത് നീ കണ്ടായിരുന്നാ? അങ്ങനെ തന്നെ അതിന്റെ I സീക്രട്ട്. tell you I did it? Yes, please. I will do this again. But this time, I will wear with this reflective jumpsuit. Then you can witness how I go from point A, the chair, to point B, right here. Are you ready? 3, 2, 1. ട്വിൻസ് ആണ് ഇതൊക്കെ നമ്മള് ട്വിൻസ് രണ്ടായിരുന്നൂടെ. എടാ, ട്വിൻസ് ആണ് ഉറപ്പാ. ഒരു കഴിവില്ലാത്ത നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. അത് നമുക്ക് പറ്റുള്ളൂ. അതൊരു പോയിന്റാണ്. എടാ, ഒരു ഇന്റർനാഷണൽ സ്റ്റേജിലല്ലടാ ചെന്ന് കാണിക്കണം. അതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നാലും ടൈമിംഗ് മാറ്റേഴ്സ് ബ്രോ. എന്നാലും അത് എങ്ങനെയായിരിക്കും എന്റെ അമ്മോ. ജോലിക്കാരനാണ് എടുത്ത് കേട്ടോ. ഇതെന്താ ജോലിക്കാരൻ ഞാൻ മറ്റേ ജോലിക്കാരനെ എടുത്ത് അബദ്ധത്തിൽ വല്ലതും പറഞ്ഞോ അവൻ? ഇല്ല ഇല്ല.
എത്ര കോളാണ് അവരുടെ പുള്ളിക്ക്. എന്താ അതൊക്കെ? എന്താ ഞാൻ കണ്ടത് ഇപ്പോ? ആൽക്കഹോൾ കാൺ മേക്ക് യു ഹാപ്പി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഗൈസ്. അർബുദത്തിന് കാരണമാണ്. ഇവിടെ ആൽക്കഹോളിന് പകരം ഫ്രണ്ട്സ് എന്ന് എഴുതിയിരുന്നെങ്കിൽ അടിപൊളി വീഡിയോ ആയിരുന്നു. സത്യമാണ് അത്. ഇവിടെ ആൽക്കഹോളിന് പകരം ഫ്രണ്ട്സ് എന്ന് എഴുതിയിട്ട് ഇതൊക്കെ കാണിക്കാൻ കണ്ട. എല്ലാത്തിലും അവന്റെ കൂട്ടുകാർ കൂടെ ഉണ്ട്. കണ്ടാ, എല്ലാത്തിലും അവന്റെ കൂട്ടുകാർ കൂടെ ഉണ്ട്. ആരാ പറയുന്നത്? ബ്രോ ഞാൻ കുടിക്കും, പക്ഷെ ഞാൻ ഇത് പബ്ലിക്കിൽ വന്നിരുന്നു ഞാൻ ഇത് ചെയ്യത്തില്ല. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യം. ഈഗിൾ ഗെയിമിംഗ് ആയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ ഞാൻ അത് ചെയ്യത്തില്ല. മോളത്തെ പിക്ക് കണ്ടറിയാം അടിച്ച് മറ്റേ ചത്തപ്പച്ചയായിട്ടിരിക്കുന്നത് അത്. തൊട്ട് പോലെ കണ്ടില്ല. ഇത് ദിലീപ് ദിനേശൻ. ഇതൊക്കെ എന്റെ പേഴ്സണൽ സ്പേസാ. അതിൽ ആരൊക്കെയോ ഫോട്ടോ എടുത്തിട്ടാണ്, മനസ്സിലായ? You are playing with the boys after school. The map we are choosing. The one who used this game. Who find himself these guns whenever he is. Always get himself killed. സത്യം. ഇത് എപ്പ വെടി വെച്ചാലും വായിൽ നിന്ന് പൊട്ടുന്നത്. സത്യമല്ലേ? ഇവ ഇത് എന്തിനു ഓപ്പി സാധനം. സത്യം പറയല കൈ. സത്യം പറഞ്ഞ എന്തായിരുന്നു പറയാൻ വന്നേ? അല്ലല്ല, ഇത് വൈകുന്നേരം ഉണ്ടല്ലോടാ, നാട്ടിലെ പിള്ളേരുടെ ഒക്കെ കൂടെ പോയി ഈ ഇരുന്ന് കളിക്കുന്ന ഒരു മൂഡ് സത്യം വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. പബ്ജിക്ക് പോലും അത്രയൊരു ഇത് കിട്ടിയിട്ടില്ല. ഓൺലൈനിൽ നേരെ ഒരിടത്ത് ഇരുന്ന് കലിങ്ങിന്റെ അവിടെ വായനശാലയിലൊക്കെ ഇരുന്ന് കളിച്ചതിന്റെ അത്രയും ഇതും. പിന്നെ എനിക്ക് അത് തോന്നിയിട്ടുള്ളത് ക്ലാഷ് ഓഫ് ക്ലാൻസാ. ഇതും ക്ലാഷ് ഓഫ് ക്ലാൻസ്. ഇത് രണ്ടും ഇതെങ്ങനെ ഉണ്ടല്ലോ. ഇത് എന്ത് പെയിന്റ് ആണ് ഇത്? സ്ക്രാച്ച് ചെയ്താ ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് മറ്റേ ഇതേക്കോ അല്ലേ സ്ക്രാച്ച്? ഓ എന്റെ അമ്മ, ഞാനോർത്ത് പെയിന്റ് അടിക്കുമായിരിക്കും ഇത് വെച്ചിട്ട്. കൊള്ളണം. നൈസ് നൈസ് നൈസ്. അടിപൊളി അടിപൊളി അടിപൊളി. കലാകാരനാണ് നീ. 30 hours എടുത്ത് വരച്ചതാണ്. നമസ്കാരം, എന്റെ ഒരു ജ്യോതിഷ് കെ. എന്താണോ എന്ത് വിരലോണാ? അയ്യോ പോസ്റ്ററായത്. എന്ത് ഡീറ്റെയിലിങ്. ജോക്കി എന്താ ജോക്കി വരയ്ക്കാത്ത ഇപ്പൊ? നോ വേ, ലെറ്റ്സ് ഗോ. ഇനി അല്ലെങ്കിലും ഇല്ല. അല്ല ഇത് ഞാൻ ജോക്കി ആയിരിക്കും സംസാരിക്കുന്നത്. ഇനി അല്ലെങ്കിലും ഇല്ല. നമ്മൾ ഈ പുള്ളിയുടെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോ പുള്ളി ഓസ്ട്രേലിയയിൽ എന്തോ ആണ്. പുള്ളി എനിക്ക് കുറെ കാർഡ്സിന്റെ പാക്കേജ് അയച്ചു തരാന്ന് പറഞ്ഞു ലൈവിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടി. അല്ല ഇതിനകത്ത് അല്ലെങ്കിൽ കാണത്തില്ല, എനിക്ക് ഉറപ്പാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് തുറന്ന് ഇനി ഇത് റെയർ കാർഡാണല്ലോ എനിക്ക് തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലത്. കണ്ടാ ഇങ്ങനത്തെ കളറൊക്കെ വരുവാണെങ്കിൽ കണ്ടാ ഇതൊക്കെയാണ് റെയർ കാർഡ്. അപ്പോഴേ മറച്ചു വെക്കണത്. 70,000 രൂപയോ ഒരു കാർഡിന്? ഇതുപോലെ നാട്ടില് റിപ്പയർഷിപ്പിന് അയക്കാൻ വെക്കുന്ന ബോക്സ് എടുത്തിട്ട് ചുമ്മാ 2 പൊട്ടിക്കും. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും സാധനം കിട്ടും. അയ്യോ, എനിക്ക് അയക്കാൻ വെക്കുന്നത് പൊട്ടിക്കല്ലേ.
ഇതെത്ര അവസ്ഥ വെച്ചിട്ടൊന്നും അടിക്കുമെന്ന് തോന്നുന്നില്ല. 1100 ഓസ്ട്രേലിയൻ ഡോളർ. അണ്ണ ഞാൻ സിഗരറ്റ് ഓർഡർ ആക്കട്ടെ, ടെൻഷന്. ഗോൾഡൻ സാൻ ഒരു കാർഡിന് 70,000 രൂപയോ? എടാ ഈ കാർഡിന് മൊത്തത്തിലെല്ലാം കൂടെ ചിലപ്പോ ഒരു 500 രൂപ 1000 രൂപ ഉണ്ടാവുള്ളൂ. അത് പൊട്ടിച്ചപ്പോ അതിനകത്തുനിന്ന് കിട്ടിയ ഒരു കാർഡാണ് 70,000 രൂപ. ഇത് പറ്റില്ല, ലോട്ടറി പോലത്തെ സെറ്റപ്പ് ആട്ടാ. എന്താ പൊന്ന എടാ പൊന്നൊന്നും അല്ല, ആ കാർഡിന് ഇതിന് വില എങ്ങനെയാണ്? ഭയങ്കര ഓരോ കാർഡ്സിന് ഓരോ വിലയാ. കാരണം ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ടൈം കിട്ടുമ്പോൾ ഈ മൂവി ക്യൂട്ടിഫൈ ചേച്ചിയുടെ കൂട്ടിരുന്നൊന്ന് കണ്ടു നോക്കണേ. ഷുവർലി ദിസ് ഇസ് എ ഗ്രേറ്റ് മൂവി ആൻഡ് ട്രസ്റ്റ് മീ യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ്. നെയിം എ സോർ എ വൈഫ് ഫ്രം ദ ഫ്യൂച്ചർ, ഇന്തോനേഷ്യൻ. ഇൻസ്റ്റാഗ്രാമിൽ ഇതാ ട്രെൻഡ്. Why? Aku sore Sore. istri kamu dari masa depan. Mau diulang pesan kali itu, bakal titik dari kamu deh. Karena aku percaya kamu baik bisa. Terus mau kamu Mau buat hidup kamu lebih baik. secinta itu kamu sama aku. Itu yang begitu tuh kamu. I don't know who or what, but when I woke up, it felt like a tremendous feeling of longing. നിങ്ങളെ രോമം പൊങ്ങിയോടാ? പ്രത്യേക ഫീല് പൊങ്ങിയില്ല. നിങ്ങളെയൊക്കെ പൊങ്ങിയില്ലടാ? അത് ജോക്കിയുടെ കല്യാണം കഴിയാത്തോണ്ടാ. ഇതൊരു ബീജിയമല്ലേ അത്? കണ്ടു നോക്ക. എന്തൊരു ബീജിയമല്ലേ ഇത്? ഇത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഉള്ളിയുടെ, പറയാതിരിക്കാൻ വയ്യ. പടം ആണെങ്കിലും ആ ബീജിയം ഹേറ്റഡ് ബൈ ജോഗി. ഞാൻ കാര്യം പറയട്ടെ ജോഗി പെണ്ണ് നാളെ വന്ന് ജോഗി വന്നല്ലേ? ഓക്കെ അല്ലേ ജോഗി ഓക്കെ അല്ലേ? പിന്നെ ചാറ്റില് കുറെ ജോഗി തൊങ്ങിയെന്നൊക്കെ പറഞ്ഞു. മിന്നലടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ബ്യൂട്ടിഫുൾ. മുരളി അടിക്കണല്ലേ, മിന്നലല്ലേ? ബ്രോ ആക്ച്വലി ഗോട്ട് മീ. എന്തൊരു പറയാനാണെന്ന് പറയണ ഇവനെയൊക്കെ. എന്റെ പൊന്നെ ബ്രോ എന്ത് കിടില ബ്രോ. സെജോടെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയി ഇത് നേരിട്ടുകൊണ്ട് ഫെജോടെ കൊടുക്കും ബ്രോ. എന്റെ അമ്മ വെറുതെ പൊക്കി കാണിച്ചാൽ തന്നെ പുള്ളി സ്റ്റേജിൽ വിളിക്കും, ഉറപ്പാണ്. എന്ത് ഡീറ്റെയിൽ വർക്കാണത്. Kid is going places. Kid is going places. Can you show me your girlfriend? No. So you don't have a girlfriend? Okay, can you see your brain? No. Can you show me your brain? Duh, no. Oh, so you don't have a brain. ഈ ദേവൂട്ടനൊക്കെ ഈ വളർന്നു വരുന്നവന്മാരൊക്കെ ഇവനൊക്കെ ഇങ്ങനെയായിരിക്കും പറയണം, സംസാരിക്കണം, മനസ്സിലായോ?
ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. വീട്ടിലെ സാധനം ഇത് കണ്ടോ? കണ്ണിന്റെ ഈ കണ്ണില് ഗ്ലെയർ അടിക്കണത് ഈ റിഫ്ലക്ഷൻ വെള്ളത്തുള്ളിയൊക്കെ നോക്കടാ. എന്റെ പൊന്ന് എന്ത് സാധനം. എടാ ഈ വരപ്പുകാരുടെ വേറൊരു കാര്യം ഡ്രോയിങ്സ് അവിടെ സ്പീഡിന് വരെയായിരുന്നു. എവിടെ ഉള്ളടാ? ഇങ്ങനെ വിഷയം കേട്ടോ. എന്തൊരു സാധനം. ഇവനൊക്കെ അവിടെ സ്പീഡിന് വരെയായിരുന്നു. എവിടെ ഉള്ളടാ? കാട്ടാക്കട. നീ കാട്ടാക്കട എവിടെ ഉള്ളത്? നീ കാട്ടാക്കട എവിടെ ഉള്ള? നീ കാട്ടാക്കട എവിടെ ഉള്ള? കാട്ടാക്കട ജോലിയുള്ള പട്ടാളത്തിൽ ജോലിയുള്ള ഒരു ചന്ദ്രനെ അറിയാമോ? നമുക്ക് കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള തന്നെ. കാട്ടാക്കട മെല്ലിട്ടക്കനെ മോഹൻ അറിയാമോ നിനക്ക്? ഇതിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയിട്ടാണ് മില്ലറ്റ് മോഹൻ ഉണ്ടായത് കേട്ടോ ആ ക്യാരക്ടർ. ചോദിച്ചാൽ ഞാനായിരുന്നു. നമുക്ക് കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള പട്ടാളത്തിൽ ജോലിയുള്ള ചന്ദ്രനെ അറിയാമോടെ? എന്റെ കൈ മൊത്തവും പോയി. കാട്ടാക്കട എവിടെ ഉള്ളടാ? കാട്ടാക്കട മെല്ലിട്ടക്കനെ മോഹൻ അറിയാമോ നിനക്ക്? നിനക്ക് മെല്ലിട്ടക്കനെ മോഹൻ അറിയാമോ? പരിചയക്കാരനെ കാശ് വരാനുള്ളത്. ഇല്ല, എനിക്ക് പുള്ളി അറിയാം. പട്ടാളത്തില് ജോലി ഉണ്ടായിരുന്ന ചന്ദ്രനെ അറിയാമോ? 24 വർഷം മുന്നേ മരിച്ച്. നിങ്ങൾ ഇത്തിരി ചുമ്മാരുന്നാണ്. എനിക്ക് ആകെ 20 വയസ്സായുള്ളൂ. അതാണ്. അപ്പൊ അച്ഛൻ അറിയായിരിക്കും. ഈ കാട്ടാക്കട എവിടെ ഉള്ളടേ? ഈ കാട്ടാക്കട എവിടെ ഉള്ളേന്ന്? കാലിന്റെ ഇടയിൽ. കാട്ടാക്കട എവിടെ ഉള്ളടാ നീ? പക്ഷേ എടാ വേറൊരു കാര്യം ഉണ്ടാ. ഈ പുള്ളിയുടെ ഈ വീഡിയോ മാത്രമല്ല ഗൈസ്, പുള്ളിയുടെ പ്രൊഫൈലിൽ നിങ്ങൾ വേറെ കുറെ വീഡിയോസ് കയറി കാണണം. പുള്ളിയുടെ അകത്ത് കുറെ അണ്ടർ റേറ്റഡ് വീഡിയോ ഉണ്ട്. വിഷയം സാധനം ഇതാണ് ശരിക്കും കുറച്ച് ഫേമസ് ആയ വീഡിയോ എങ്കിലും പുള്ളിയുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. കിട്ടിലും കുറെ ഐറ്റങ്ങളുണ്ട്. സത്യം എടുത്ത് ചെക്കൗട്ട് ചെയ്ത് കേട്ടോ. എനിക്ക് പേര് ഓർമ്മയില്ല. ഐഡിയുടെ പേരെന്തായിരുന്നു? എന്തോ ഒരു എന്തായിരുന്നു അതിന്റെ? എന്റെ ഫീഡിൽ എപ്പോഴും വരും ഞാൻ ഈ വീഡിയോ. എന്റെ മനസ്സാണ് അമ്മേനെ വിളിച്ച ഞാൻ നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. ഇവിടെ ഒരു മാരേജ് ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാ. ആരുടെ? എന്റെ. എനിക്ക് വിശക്കുന്നു. എനിക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു തരുമോ? താങ്ക്സ് സോ മച്ച്. മനുഷ്യനല്ല, മൂർഖം പാമ്പിനെയാ ചവിട്ടി. എന്താ പാമ്പെന്ന് പറഞ്ഞു? ഓഹ്, ഞാനൊരു ഉപമ പറഞ്ഞതാടോ. പാർട്ടി തുടങ്ങി. ഇനി നോക്കിക്കൊണ്ട് നിൽക്കണ്ട, അങ്ങോട്ട് പെട്ടെന്ന് കോട്ടിട്. ഈ കൈ വെച്ചു. അയ്യോ, തലതിരിഞ്ഞു പോയാ. ഇതെന്താ? എന്തിനോ? കാനഡ. ആള് മിടുക്കന. അതുകൊണ്ടല്ലേ ആളെ സമാജം പ്രസിഡന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ കാണാം. സി യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടു. $20. ഇപ്പൊ വേണ്ടല്ലേ? ഇവൻ വെഞ്ഞാറമൂടുകാരനാന്ന് തോന്നുന്നു. He will beat you. He is the best boxer of our country. No, but he is like your Mike Tyson. Mike Tyson? ഞാനോ? അടിക്കച്ചായ. എടാ ചെറുക്കാൻ, നീ വായി തോന്നു വിളിച്ച് പറയരുത് കേട്ടോ. ഹെൻറിയേറ്റ് ഉണ്ട്. ഞാൻ കോക്ടെയിലൊന്നും കഴിക്കൂല. ഇത് ടൈലില്ലാത്തായിട്ട് എന്റെ ഭാര്യ. അവൾ എന്റെ മുന്നിൽ വന്ന് നിന്നാ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാനേ പറ്റില്ല. പാവം ആ കുട്ടിയെ തല്ലിയിട്ട് ഇയാള് റെസ്റ്റ് എടുക്കുന്നു. ബ്ലഡോ? എന്തോ ഒരു ഐക്കോണിക് ഡയലോഗ്സ് ഉണ്ടല്ലോ ഇതിനകത്ത്.
Can you tell me what happened? My wife hit with the bottle. Oh my God. Yeah, when I saw his blood and പൊന്നാളെ അപ്പൊ തന്നെ ഞാൻ തലയിറങ്ങി നിലത്ത് വീണു. പിന്നെ ആക്ച്വലി ഷീസ് എ സൈക്കിക്. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്കിരിക്കില്ലോ സാർ. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. പോട്ടി ഫാമിലീസ് ലൈക്ക് pot and another pot. When they hit together, they will make sound cling bling bling. ഇനി മാതിരിയൊന്നും പറയല്ലേ. എനിക്ക് അവളെ ഓജസ്സും തേജസ്സും ഉള്ള ഭാര്യയായിട്ട് തിരിച്ചു വേണം. നീ വെള്ളം ഇറങ്ങാതെ ചാവോടാ. മൂത്തവനാ ദിമിത്രോ തിലോപ്പിയ. ആ കോള വിഴുങ്ങുന്നതിനെ കണ്ടില്ലേ? എലീന കൊക്കനേച്ചി. ഇതൊക്കെ ആരുടേതെന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ ഡാഡി എന്ന് വിളിക്കുന്ന എന്നെ. സാധനമല്ലേ അതൊക്കെ. അയ്യോ, എനിക്കൊരു ചെക്കനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ അവന് പാടിക്കൊടുത്തേനെ. പക്ഷെ പാടിക്കൊടുക്കാൻ ചെക്കനില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പാടിത്തരാം. ഇലകളറിയുമോ, ഇളം പൂക്കൾ കാണുമോ, തിന്നലികളിലെയും തീരാ. ഏയാണെന്നോ? ഇത് ഏയാണെന്ന് തോന്നാനില്ല, ഓടാ, ഇത് കണ്ടിട്ട് തോന്നാനില്ല. അത് കണ്ട വ്യക്തം അടിക്കണതാ. ഏയാടാ. എങ്ങനെ ലിപ്പ് നോക്കിക്കോ, ഹൈപ്പിച്ച് പോകുമ്പോ ലിപ്പ് നോക്കിക്കോ. കണ്ടാ, അത് മുടിക്കാത്ത. എന്റെ അമ്മോ, എല്ലാരും ഒന്ന് സൂക്ഷിക്കണം, നല്ലതായിട്ടാ. ഇതൊക്കെ ഉണ്ടാക്കിയിടുന്ന ഏതെങ്കിലും അമ്മമാരൊക്കെ ആയിരിക്കും. രാത്രി വൈകുന്നേരം ആകുമ്പോ ഹായ് സ്വീറ്റി ഹണി എന്നൊക്കെ പറഞ്ഞ് നേരെ പോയി ഹണി ട്രാപ്പിലൊക്കെ പെട്ട് അവൻ നാളെ ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി. എല്ലാ അമ്മമാരും സൂക്ഷിച്ചു. കൊള്ളാല്ലേ? ജൈവന എന്ത് കിടിലം പടം അല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? എന്ത് കിട്ടിലും ഫിലിമല്ലേ, എന്ത് കിട്ടിലും. പറമ്പീന്ന് വെട്ടിയതാ. എവിടെന്നാ? എൽദോച്ചാന്റെ പറമ്പീന്നേ. ഏട്ടാ സാബു, നീ അത് വെട്ടിപ്പോ ചോദിച്ചിട്ട് വെട്ടണ്ടേ? എൽദോച്ചായ എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്. എങ്ങനെ? ആരാന്നാ? എന്നെ വിളിക്കേ, എൽദോനെ വിളിക്കേ, ഒരു തീരുമാനം ഉണ്ടാക്ക്. അത് സാബുവിനല്ലായിരുന്നു. താരെ സാറയായിട്ട് പറമ്പിന്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ കാര്യങ്ങൾ സാബുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഇച്ചാന്റെ തന്തയ്ക്ക് പറയുന്നോടാ തെണ്ടി. ആളിയുടെ തന്തയ്ക്ക് പോണോടാ. അവരെ എടാ, അത് അതിന്റെ കണ്ടിന്യൂറ്റി കണ്ടാടാ നിങ്ങള്. അവിടുന്ന് ഒരു അടി ഉണ്ടായി വരുന്നു, അത് വന്ന് ഈ സൈക്കിൾ എന്നിട്ട് ഇവിടുന്ന് അടുത്ത. എന്റെ നീ അങ്ങോട്ട് പോവാ. ഞാനല്ല ആ താടിക്കാരനെ. നീ പെറുക്കി വെച്ചിട്ട് പോയാ മതി. എന്നിട്ട് കണ്ട പുള്ളിയുടെ അന്നേരം ഉണ്ടായ ഫ്രസ്ട്രേഷൻ വന്നിട്ട് അടുത്ത ക്യാരക്ടറുടെ ബാക്കി അടുത്തത് അവിടെ. ഞാൻ പറഞ്ഞു കൊടുക്കുക. അതാ ഞാൻ പറഞ്ഞു കൊടുത്തത് കേസ്. അതെനിക്ക് മനസ്സിലായി, അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. 50ന്റെ ഐഡിയ പെട്ടെന്ന് റീചാർജ് ചെയ്ത് ഒരു സോഡ ഞാനല്ലേ ആദ്യം വന്നേ. സോഡ വന്നിട്ട് റീചാർജ് ഉണ്ടാക്കിയാ മതി. എന്താ മോട്ട മര്യാദ കൊടുത്താലും പെടാ മൈത്താണ്ടി. ഇല്ല, നീ എന്തോണ്ടാക്കടാ? മാറിക്കേട്ടാ. എന്നെ എന്റെ കവലയിലിട്ട് തല്ലിയവൻ ആരായാലും അവന് തിരിച്ചല്ലാതെ മഹേഷ് ബാബുനെ ഇനി ചെരുപ്പിടുകയില്ല. ഈഗിളിന്റെ ആരാ? That one brother is always a diamond. मैंने किया नहीं मुझसे रहा क्यों जुदा. അങ്ങനെ വെച്ചാ എനിക്കത് വിനീതാണല്ലോ. വിനീത് ചൂപ്പൻ ചൂപ്പൻ. അതെ. പെട്ടെന്ന് അവൾ തന്നെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. പുറത്തേക്ക് നോക്കി അവൾ ഒരു കാഴ്ച കണ്ട് അമ്പരക്കും.
നാളെ പോയിട്ട്